വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കിയത് വിവാദമായതിനു പിന്നാലെ സംഘാടക സമിതി ക്ഷണക്കത്തയച്ചു. എന്നാൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പരിപാടിയിൽ പങ്കെടുക്കുമല്ലോ എന്നാണ് കത്തിലെ വാക്യം. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മെയ് 2 നടക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതാണ് രാഷ്ട്രീയ ചർച്ചയായി മാറിയത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് തിരുവനന്തപുരം MP ശശി തരൂർ, കോവളം MLA M. വിൻസെന്റ് എന്നിവർക്ക് ക്ഷണമുണ്ട്. വിഴിഞ്ഞത്ത് ആദ്യ കപ്പലിന് സ്വീകരണം നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. ഇതിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സർക്കാരിന്റെ വാർഷിക പരിപാടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതെന്നാണ് മറ്റൊരു ചോദ്യം. ഡിസംബറിൽ നടത്താനിരുന്ന കമ്മീഷനിംഗ് ചടങ്ങ് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് മെയ് മാസത്തിലേക്ക് മാറ്റിയത്. ഇതിനെ സർക്കാർ വാർഷികമാക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന് ക്ഷണക്കത്ത് കിട്ടിയത്. പ്രത്യേക ദൂതൻ വഴി എത്തിച്ച കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്തെന്ന് വ്യക്തമായിട്ടില്ല. ക്ഷണക്കത്ത് ലഭിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല. പങ്കെടുക്കാൻ സാധ്യത കുറവാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.